ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ശൂവനായ 9. ഒരാളൊരു കമൻറ്റ് ഇട്ടു. ഈ പെന്തക്കൊസ്ത ദൈവസഭ അങ്ങനെയുള്ള കത്തോലിക്ക സഭ വിട്ടുപോയ ആരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ശൂവനായ എന്ന വാക്കിന് സ്ഥലം മാറ്റം എന്നാണ്. ഭൗമിക പറുദീസായിൽ നിന്ന് സ്വർഗീയ പറുദീസായിലേക്കുള്ള മറിയത്തിൻ്റെ സ്ഥലം മാറ്റം, ആത്മശരീരങ്ങളോടെ. ഈ ഭൗമിക പറുദീസായിൽ നിന്ന് സ്വർഗീയ പറുദീസയിലേക്ക് സ്ഥലം മാറാൻ 15 ദിവസം വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. വിവരദോഷി എന്നല്ലാതെ എന്ത് പറയാൻ. സ്ഥലം മാറ്റ തിരുനാളിന് ഒരുക്കമാണ് 15 ദിവസം നോമ്പ്. ശിവനായ നോമ്പ് എന്ന് പറഞ്ഞാൽ സ്ഥലം മാറ്റ തിരുനാൾ, സ്വർഗ സംവഹനം, മോക്ഷക്കരേറ്റം, അല്ലെങ്കിൽ തയോത്തോക്കസിൻ്റെ നിദ്ര. അല്ലേ, നമ്മൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറയും. തെസലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസിലൊക്കെ അത് പറയുന്നുണ്ട്. കർത്താവിൽ നിദ്ര പ്രാപിച്ചതിനെക്കുറിച്ച്, അല്ലേ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റ് മതസ്ഥരെ പോലെ കരയരുതെന്നൊക്കെ പറയുന്നുണ്ട്. നിദ്ര പ്രാപിക്കുക. അപ്പോൾ ഡൊർമീഷൻ ഓഫ് ദ തയോത്തോക്കസിൻ്റെ നിദ്ര എന്നൊക്കെ ഗ്രീക്ക് സഭയിൽ പറയും. ലത്തീൻ സഭയിൽ പറയും ദ അസംഷൻ ഓഫ് ദ മദർ ഓഫ് ഗാഡ്, ദൈവമാതാവിൻ്റെ സ്വർഗ സംവഹനം അഥവാ മോക്ഷക്കരേറ്റം. സുറിയാനി സഭയിൽ ശൂനായ എന്നാണ് പറയുക. അതായത് തയോത്തോക്കസിൻ്റെ സ്ഥലം മാറ്റം, ഭൗമിക പറുദീസായിൽ നിന്ന് സ്വർഗീയ പറുദീസയിലേക്ക്. അത് ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 15-ന്. ആ മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ളതാണ് 15 ദിവസത്തെ ശൂനായ നോമ്പ്. അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാണ്ടൊന്നും അല്ല. കത്തോലിക്കരെ കളിയാക്കാൻ വേണ്ടി അതൊക്കെ വിട്ടതായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തുകൊണ്ട് ഞാനിത് ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്നലെ കണ്ടു, ഈ ഗബ്രിയേൽ മാലാഖ, ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ മറിയം നേരിട്ട വചനം സ്വീകരിക്കാൻ മറിയം നേരിട്ട 5 തടസ്സങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചെറുതായിട്ട് കണ്ടു. ആ 5 തടസ്സങ്ങളുടെ വെളിച്ചത്തിലാണ് മറിയം ഈ ചോദ്യം ചോദിച്ചത്. ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ ഗലീലയിലാണ് പാർക്കുന്നത്, ജെറൂസലമിലല്ല. വിശുദ്ധ നഗരമാണ് ജെറൂസലം. അല്ലെങ്കിൽ ബേത്ലഹേമിലെ പട്ടണത്തിലല്ല ഞാൻ താമസിക്കുന്ന, നസറത്തിലാണ്. ഗലീലി യവനവൽക്കരിക്കയുടെ പ്രദേശമാണ്. എൻ്റെ കല്യാണം നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ കന്യകയാണ് ഞാൻ. പിന്നെ രാജകുടുംബവുമായിട്ട് കല്യാണം. ഇതൊക്കെ എനിക്ക് വചനം സ്വീകരിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ സംഭവിക്കുമെന്നൊരു വിശദീകരണം വേണം എന്നാണ് മറിയം. സംശയമൊന്നും അവൾക്കില്ല, പക്ഷെ വിശദീകരണം വേണം. ഇതാണ് മറിയം ഗബ്രിയേൽ മാലാഖയോട് ചോദിച്ചത്. ഇത് എങ്ങനെ സംഭവിക്കും? അതിന് മറുപടിയായിട്ട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്നാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഈ 2 വാക്കുകളും നമുക്ക് വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. അത് മനസ്സിലാകണമെങ്കിൽ ഇത് രണ്ടും പഴയ നിയമത്തിലെ 2 സംഭവങ്ങളിലേക്ക് കൈ ചൂണ്ടുന്നതാണ്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. എന്നുവെച്ചാൽ ബൈബിളിൻ്റെ തിരുനടയിൽ എഴുതി വച്ചിരിക്കുന്ന വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ ഭൂമി രൂപരഹിതവും ശൂന്യവും, അല്ലേ, ആയിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ, ഈ ജലസഞ്ചയത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തർജ്ജമ ചെയ്യാം. ചിലപ്പോൾ തർജ്ജമ ചെയ്യുന്നത് ദ മൈറ്റി വിൻഡ് എന്നാണ്. ഈ ദൈവത്തിൻ്റെ ചൈതന്യം എന്നതിന് പകരം ഉഗ്ര ശക്തിയുള്ള കാറ്റ് ആഞ്ഞു വീശി എന്നാണ്. അങ്ങനെ ആ തർജ്ജമ സാധ്യതയുണ്ട്. വേറൊരു സാധ്യതയുള്ളത്, യഹൂദ റബ്ബിമാർ വ്യാഖ്യാനിച്ചിരുന്നത്, ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ, ഇല്ലേ, ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നത് അവർ വ്യാഖ്യാനിച്ചത് ഹോവറിങ് എന്നാണ്. ഹോവറിങ്, പക്ഷിയുടെ ചലനം പോലെ. പക്ഷി ഇങ്ങനെ പറക്കുമല്ലോ, ആ ചലനം പോലെയാണ്. അതായത് ജലസഞ്ചയത്തിന് മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിനെ പോലെ ചിറകടിച്ച് പറന്നുകൊണ്ടിരുന്നു, ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് യഹൂദ റബ്ബിമാർ വ്യാഖ്യാനിച്ചത്. മേ റാഹേബ് എന്നാണ് ഹീബ്രു വാക്ക്, മേ റാഹേബ്. അതിന് ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വേറൊരു അർത്ഥം കൂടിയുണ്ട്. മേ റാഹേബ് എന്ന വാക്കിന് പൊരുന്നയിരിക്കുക, അടയിരിക്കുക എന്ന് പറയല്ലേ. അടയിരിക്കുക, പൊരുന്നയിരിക്കുക. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് അത് മുഴുവൻ മനസ്സിലാകുമോ എന്ന് അറിഞ്ഞുകൂടാ. പഴയ തലമുറയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ വീടുകളിലൊക്കെ കോഴി ഉണ്ടായിരുന്നു. പിടക്കോഴി ഈ മുട്ടയുടെ മുകളിൽ 21 ദിവസം അടയിരിക്കും. 21-ാം ദിവസം ഈ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളുണ്ടാകും. 21 ദിവസം ഈ തള്ളക്കോഴി ഈ മുട്ടയുടെ മുന്നിൽ അടയിരിക്കുകയാണ്. ആ തള്ളക്കോഴി ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ യക്ഷിയെ പോലെയാണ്, വലിയ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടാണ് വരിക. അതിന് കാരണം അത് ചൂടായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ചൂട് തട്ടിയിട്ടാണ് ഈ മുട്ട വിരിയുന്നത്.
അപ്പോൾ പൊരുന്നയിരിക്കുക, അടയിരിക്കുക. 21 ദിവസം തള്ളക്കോഴി മുട്ടയുടെ മുകളിൽ പൊരുന്നയിരുന്ന് അടയിരുന്ന് കോഴിക്കുഞ്ഞിനെ വിരിയിക്കുന്നത് പോലെ. അതാണ് മേ റാഹേപ്പ്. ഇപ്പൊ നമുക്ക് ഒരുവിധം അർത്ഥം കിട്ടി. മറിയം ഈ പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് തൻ്റെ മേൽ പൊരുന്നയിരിക്കാൻ അനുവദിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ ചൂടിനുള്ളിൽ മറിയം ഇരുന്നാൽ, തൻ്റെ മേൽ, മറിയത്തിന് മേൽ ഈ പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് പൊരുന്നയിരിക്കാൻ, അടയിരിക്കാൻ മറിയം അനുവദിച്ചാൽ അപ്പോൾ ഇത് സംഭവിക്കും. ഏത്? കന്യകാത്വത്തിന് ഭംഗം വരാതെ ദൈവം തന്നെയായ പുത്രനെ ഗർഭം ധരിക്കാം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. മറിയം പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് തൻ്റെ മേൽ പൊരുന്നയിരിക്കാൻ, അങ്ങനെ തന്നെ ചൂടാക്കാൻ മറിയം അനുവദിച്ചാൽ മറിയം ദൈവം തന്നെയായ പുത്രനെ ഗർഭം ധരിക്കാൻ പ്രാപ്തിയുള്ളവളാകും. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ മേൽ വരും എന്ന് പറയുന്നതിന്റെ അർത്ഥം. 1. 2, പരിശുദ്ധാത്മാവ് എന്നതിന് മറ്റൊരു പര്യായപദം ഉപയോഗിച്ചിരിക്കുകയാണ്. അത്തിന്റെ തന്റെ ശക്തി, ദ പവർ ഓഫ് ദ മോസ്റ്റ് ഹൈ. മോസ്റ്റ് ഹൈ എന്ന് പറയുന്നത് ദൈവത്തിനുള്ള ഒരു പര്യായപദമാണ്. അവന്റെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ റൂഹയാണ്. അപ്പോൾ പരിശുദ്ധ റൂഹായുടെ, അത്തിന്റെ തന്റെ ശക്തിയായ പരിശുദ്ധ റൂഹ നിന്റെ മേൽ നിഴലിടും എന്നാണ്. നിഴലിടും എന്ന വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ പഴയ നിയമത്തിൽ റബ്ബിമാർ ഉപയോഗിച്ചിരുന്ന വാക്ക് ഷെക്കീന എന്നാണ്. ഷെക്കീന എന്ന് പറയുന്നത്, ഷാക്കൻ എന്ന് പറഞ്ഞാൽ കൂടാരമടിക്കുക. ഈ പുറപ്പാട് പുസ്തകത്തിൽ മോശെ, ഈ പുറപ്പാട് പുസ്തകത്തിലും പിന്നെ സംഖ്യാതാളുകളിലും ഈ സീനായ് മല മുകളിലും പിന്നെ അങ്ങനെയുള്ള ഈ മരുഭൂമി യാത്രകളിലൊക്കെ സമാഗമ കൂടാരം മുകളിൽ അവർ പാർക്കുന്നതിൻ്റെ അവിടെയുള്ള കുന്നിൻ മുകളിലാണ് കൊണ്ടുപോയി അത് സ്ഥാപിക്കുക. അതിന് മുകളിൽ മേഘം ഇറങ്ങി വരികയാണ്. ഈ മേഘം നിങ്ങൾ ഫ്ലൈറ്റിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒരു വശത്ത് അങ്ങനെ കറുത്തിരണ്ടിരിക്കും, മറുവശത്ത് സൂര്യപ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങും. ഇത് ദൈവത്തിന് പറ്റിയൊരു നല്ല പര്യായപദമാണ്, പ്രകൃതിയിലെ പര്യായപദമാണ്. മേഘം മറിയത്തിൻ്റെ മേൽ മേഘം വരുന്നു. രൂപാന്തരി ഭാവത്തിൽ മേഘം, കർത്താവിനെ ഒരു മേഘം സംഭവിച്ചു കൊണ്ടുപോയി. അപ്പം പ്രകൃതിയിൽ നിന്നുള്ള ഒരു ചിത്രം എടുത്തിരിക്കുകയാണ് മേഘം. മേഘത്തിൻ്റെ ഒരു വശം കറുത്തിരണ്ടിരിക്കണം, മനസ്സിലാക്കാൻ പറ്റില്ല, രഹസ്യമാണത്. ഒരു വശത്ത് വെട്ടിത്തിളങ്ങുന്നു. ദൈവം ഒരേ സമയം വെട്ടിത്തിളങ്ങുന്ന വെളിപാട് കാരണം അതേസമയം നിഗൂഢനമാണ്, മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കാൻ പ്രകൃതിയിലെ ഒരു ചിഹ്നമാണ് മേഘം. ഒരു വശം വെട്ടിത്തിളങ്ങുകയും മറുവശം കറുത്തിരണ്ടിരിക്കുകയും ചെയ്യുന്ന, അതുപോലെയാണ് ദൈവം. അതായത് നിഗൂഢനം വെളിപ്പെടുത്തുന്നവനും. അതിനാണ് രഹസ്യമെന്ന വാക്ക് പറയണേ. രഹസ്യമെന്ന് പറഞ്ഞാൽ പരസ്യമല്ലാത്തതെന്നല്ല അർത്ഥം. ദൈവം എത്രമാത്രം വെളിപ്പെടുത്തിയിട്ടുണ്ടോ അത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത്രത്തോളം നമുക്ക് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഈ സമാഗമ കൂടാരം ഇങ്ങനെ കുന്നിൻ പുറത്ത് സ്ഥാപിക്കുന്നു, മലമുകളിൽ സ്ഥാപിക്കുന്നു. അതിന് മുകളിൽ മേഘം ഇറങ്ങി വരുന്നു. മേഘം വന്നിട്ട് ഈ സമാഗമ കൂടാരത്തെ മൂടും. അപ്പോഴാണ് മോശെ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് ഈ കൂടാരത്തിൽ കയറി പോകുന്നത്. മറ്റാർക്കും അങ്ങനെ പോകാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ മേഘം വന്ന് ഈ സമാഗമ കൂടാരത്തിൽ നിഴലിടുകയാണ്, അതിനെ മറച്ചു കളയാണ്. അപ്പോൾ മോശയ്ക്ക് ദൈവത്തോട് മുഖാമുഖം സംസാരിക്കാൻ കഴിയുന്നു. ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. മേഘം വന്ന് നിഴലിടുന്നത് പോലെ. ആ മേഘം വന്ന് നിഴലിടുന്നതിനെയാണ് കബോദ് എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നേ. ഹീബ്രു കബോദ്, ശരിക്കും അതിൻ്റെ അർത്ഥം ഗാംഭീര്യം, കനം എന്നാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഗാംഭീര്യം. ഇപ്പം നിങ്ങൾ ഏതൊരു സിനിമയില്ലേ, ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിൽ പ്രസിഡന്റിനെ കാണാൻ പോയിട്ടൊരു പെണ്ണ് തലയേറ്റി വീണ കഥ പറയുന്നില്ലേ, അതുപോലെ. അതായത് അത് കാണുമ്പോൾ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അറിയുള്ളൂ അതിൻ്റെ ഗാംഭീര്യം. നമ്മൾ പേടിച്ച് വരച്ചു പോകും. നമ്മൾ മാർപ്പാപ്പയെ കാണാൻ പോകുമ്പോഴും ഇതേ ഒരു പ്രശ്നമുണ്ട്. അതായത് അവരുടെ സാന്നിധ്യം, അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ ഖനം വളരെ വലുതാണ്. അതിനെയാണ് ഈ കബോദ് എന്ന് പറയുന്നത്. തേജസ് എന്നും മഹത്വം എന്നൊക്കെ നമ്മൾ തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മേഘം ഇങ്ങനെ നിഴലിടുകയാണ് സമാഗമ കൂടാരത്തിൽ. അപ്പോൾ ദൈവത്തോട് മുഖത്തോട് മുഖം സംസാരിക്കാൻ കഴിയാണ്. മറിയം ഈ പരിശുദ്ധ റൂഹായുടെ മേഘം, പരിശുദ്ധ റൂഹ എന്ന മേഘം തൻ്റെ മേൽ നിഴലിടാനും ആ മേഘത്തിനുള്ളിൽ, പരിശുദ്ധ റൂഹയാകുന്ന മേഘത്തിനുള്ളിൽ മറിയം ആയിരിക്കാനും സമ്മതിച്ചാൽ, അപ്പം നേരത്തെ പറഞ്ഞത് തന്നെ പൊരുന്നിരിക്കുന്ന പോലെ തന്നെ അതേ അർത്ഥം തന്നെയാണ്, സമ്മതിച്ചാൽ അപ്പോൾ മറിയത്തിന് ഇത് സംഭവിക്കും. മറിയത്തിൽ ഇത് സംഭവിക്കും. ഏത്? ദൈവം തന്നെയായ പുത്രൻ അവളിൽ കന്യകാത്വന് ഭംഗം വരാതെ ഉരുവാകും. ഇത് മറിയ എങ്ങനെയാണ് സമ്മതിക്കേണ്ടത്? അത് വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന അനുസരണത്തിന്റെ കവാടം തുറന്നു കൊടുക്കണം. അതാണ് ഏറ്റവും അവസാനം അവൾ പറഞ്ഞത്,
ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. അവൾ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനുസരണത്തിന്റെ കവാടം തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഉള്ളിലേക്ക് കടത്തിവിട്ടാലാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഈ നിഴലിടുന്ന അവസ്ഥയിൽ, പരിശുദ്ധാത്മ തൻ്റെ മേൽ നിഴലിടുന്ന അവസ്ഥയിൽ മറിയമായിരിക്കുക. അതുപോലെ ഈ പൊരുന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കുക. അതായത് പരിശുദ്ധാത്മ ഉള്ളിലേക്ക് കടക്കണം, പുറത്തിരുന്നാൽ പോരാ. പൊരുന്നിരിക്കുന്ന പുറത്താണെങ്കിലും ഇവിടെ അത് കുറച്ചുകൂടി ഒരർത്ഥം കൂടിയുണ്ട്. മറിയം പരിശുദ്ധ റൂഹാക്കി വിശ്വാസത്തിന്റെ കവാടം, അനുസരണത്തിന്റെ കവാടം തുറന്നു കൊടുക്കണം. പരിശുദ്ധാത്മ ഉള്ളിൽ കടക്കുന്നത് അനുസരണത്തിന്റെ കവാടത്തിലൂടെയാണ്, വിശ്വാസത്തിന്റെ കവാടത്തിലൂടെയാണ്. അതിലൂടെയാണ് പരിശുദ്ധാത്മ തന്റെ മേൽ പൊരുന്നയിരിക്കാനും നിഴലിടാനും മറിയം അനുവദിക്കുക. എന്ന് വെച്ചാൽ മറിയം റൂഹാമയമാകണം. റൂഹാമയം. അപ്പോൾ ഇത് സംഭവിക്കും. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം, ദൈവം മനുഷ്യനാകുക എന്നുള്ള മഹാത്ഭുതം, അത് സംഭവിക്കുകയാണ്. മറ്റൊരു മഹാത്ഭുതമാണ് ഉത്ഥാനം. ഈ രണ്ട് അത്ഭുതങ്ങൾ പ്രപഞ്ച സൃഷ്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ രണ്ട് അത്ഭുതങ്ങളാണ് മനുഷ്യാവതാരവും ഈ പറഞ്ഞ തിരുവുത്ഥാനവും. അത് സംഭവിക്കുകയാണ്. മറിയം വിശ്വാസത്തിന്റെ കവാടം, അനുസരണത്തിന്റെ വാതില് തുറന്നു കൊടുക്കുന്നതിലൂടെ അവൾ പരിശുദ്ധാത്മ തന്റെ മേൽ പൊരുന്നയിരിക്കാനും പരിശുദ്ധാത്മാവാകുന്ന മേഘത്തിനുള്ളിൽ ആയിരിക്കാനും അവൾ സമ്മതിക്കുകയാണ്. ഇത് മറിയത്തിന്റെ കാര്യം. നമ്മൾ മറിയത്തിന്റെ മക്കളാണ്. നമ്മെ കർത്താവീശംശക തന്നെ അവളുടെ മക്കളായി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ബാധകമാണ്. മറിയത്തിൽ സംഭവിച്ചതുപോലെ അല്ലെങ്കിലും നമ്മളിത് ബാധകമാണ്. നമ്മൾ പരിശുദ്ധാത്മ നമ്മുടെ മേൽ നിഴലിടുകയാണ്. ഈ വെള്ളം, കർത്താവിൻ്റെ വിലാവിൽ നിന്നുള്ള വെള്ളം നമ്മുടെ തലയിലൂടെ ഒഴിക്കുമ്പോൾ മാമോദീസ, അതുകൊണ്ട് മുകളിൽ നിന്ന് ഒഴിക്കുന്നത്. വെള്ളത്തിലേക്ക് ഇറങ്ങിയല്ല, നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലേക്കാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. വെള്ളത്തിലേക്ക് സ്നാനപ്പെടുന്നതല്ല എഴുതിയിരിക്കുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് സ്നാനപ്പെടുന്നതാണ്, വെള്ളത്തിലേക്ക് സ്നാനപ്പെടുന്നതല്ല. അത് പെന്തക്കോസ്തക്കാർ സ്നാപയോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ചാണ് അവർ പഠിപ്പിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ സ്നാനത്തെക്കുറിച്ചല്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ പാർശ്വത്തിൽ തുറക്കപ്പെട്ട പാർശ്വത്തിലുള്ള വെള്ളം യേശുക്രിസ്തുവിന്റെ ആ കുരിശൻ താഴെ പിടിക്കുന്ന ആളുടെ തലയിലേക്ക് വീഴുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മുന്നിൽ വരികയാണ്, പൊരുന്നിരിക്കുകയാണ്. പക്ഷെ അതിന് വരണമെങ്കിൽ നമ്മൾ സമ്മതം കൊടുക്കണം. കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കളും തലതൊട്ടപ്പനും തലതൊട്ടമ്മയ്ക്ക് സമ്മതം കൊടുക്കും. പിന്നീട് അവർ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും, ഇല്ലേ നിനക്ക് വേണ്ടി ഞാൻ സമ്മതം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അവരുടെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കുട്ടികളായിരിക്കുമ്പോൾ ഗാർഡിയൻസ് ആണ് സ്കൂളിൽ കൊണ്ടുപോകണേ, കുട്ടികൾക്ക് വേണ്ടി ഗാർഡിയൻസ് ആണ് സമ്മതം കൊടുക്കണേ. ആധ്യാത്മിക കാര്യത്തിലും ഭൗതിക കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ സ്ഥൈര്യലേപനം അല്ലെങ്കിൽ തൈലാഭിഷേകം, അപ്പോൾ വീണ്ടും പൊരുന്നയിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ നമ്മുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിന്റെ ആലയമാക്കി മാറ്റുകയാണ്. നമ്മുടെ ശരീരത്തെ ആത്മാവിനെ മാത്രമല്ല, ശരീരത്തെ. എന്നിട്ട് വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുകയാണ്. അത് വിശ്വാസത്തിന്റെ അനുസരണത്തിലൂടെയാണ് കർത്താവ് വരണേ. അപ്പോൾ ഉള്ളിൽ ജീവദായകനായ ആത്മാവ്, പുറത്ത് പരിശുദ്ധാത്മാവ്, നമ്മളും റൂഹാമയം. എന്നിട്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മറിയം സക്കറിയായുടെയും എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോയതുപോലെ കർത്താവിനെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത് പള്ളിക്ക് പുറത്തേക്ക്. മറിയം ഗർഭത്തിൽ കർത്താവിനെ കൊണ്ടുപോയതുപോലെ നമ്മൾ ഉദരത്തിൽ കർത്താവിനെയും കൊണ്ടാണ് പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നത്. എന്നിട്ട് എല്ലാവരും ചേർന്ന് ദൈവത്തെ പുകഴ്ത്തുകയും സ്തുതിക്കുകയുമാണ് വേണ്ടത്. അപ്പം നമ്മൾ മറിയത്തിൻ്റെ മക്കളാകും. റൂഹാമയമായാലേ നടക്കുള്ളൂ മാത്രം. അങ്ങനെ റൂഹാമയമായ മറിയത്തെ പോലെ റൂഹാമയമായ കത്തോലിക്കരാകാൻ, ക്രിസ്ത്യാനികളാകാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.